യേശു എഴുന്നേറ്റ് Jesus got up, കാറ്റിനെ ശാസിച്ചു, rebuked the wind, വെള്ളത്തിന്റെ കോപത്തെ ശാസിച്ചു, the rage of the waters, അത് അമർന്നു. and it calmed down. അങ്ങനല്ലേ വാക്യം? ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. ജീസസ് അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു. ശാന്തതയുണ്ടായി. ഒരാമയും വരുന്നില്ല. ഞാൻ എന്തോ ദൈവത്തിന്റെ ദൂത് പറയുക, ഇതുവരെ അനുഭവിക്കാത്ത ശാന്തത നിന്റെ കുടുംബത്തിൽ ദിവസങ്ങൾ ഉണ്ടാകണം. You're going to receive a calmness you have never had before. നിന്റെ ആ കറങ്ങുന്ന അവസ്ഥ, that confusion that you're having, ആ ചുറ്റുന്ന അവസ്ഥ, going around, ഇന്നത്തെ പ്രാർത്ഥനയിൽ പൊട്ടട്ടെ. the prayer today will be broken. നിനക്ക് ദൈവം എന്തോ ഒരു വാഗ്ദത്തം വെച്ചിട്ടുണ്ട്. God has a promise kept for you. അതിലോട്ട് നീ സ്റ്റെപ്പ് എടുക്കാൻ പോവുക. You're going to get into that. അതിലോട്ട് നീ ദൃഷ്ടി വെക്കാൻ പോവുക. You're going to put your eyes there. ഇന്ന് ദൂത് ആശീർവാദം പറയുന്നതിന് മുമ്പ് for the benediction today, ആ വാഗ്ദത്തം, that promise നിന്റെ മേൽ വെളിപ്പെടട്ടെ, will be revealed on you. ഇനി വാക്യമുണ്ട്, യേശു പത്രോസിന്റെ അമ്മായിയമ്മയുടെ ജ്വരത്തെ, Jesus rebuked the fever of Peter's mother-in-law. ഒറ്റ ശാസന, one rebuke, വിറച്ചു കിടന്ന അമ്മ ചാടി എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കി കൊടുത്തു. and the mother started attending people. അപ്പൊ അർത്ഥം എന്നാ? ഒരു ശാസന തീരേണ്ട ഇടപാടേ ഉള്ളൂ. One rebuke is enough to bless you. അപ്പൊ നീ ഇന്നൊന്ന് ഇച്ചിരിയുടെ മനസ്സൊരുക്കി തരണം. You need to prepare your heart today. ഇന്ന് ചില ബാധകൾ ഒഴിയും. Some afflictions will leave. ചില ശാസനകൾ നിനക്ക് ഫലിക്കാൻ പോവാ. Some rebukes are coming your way. എവിടൊക്കെയോ ദുഷ്ടന്റെ ശക്തി കേന്ദ്രങ്ങൾ പൊട്ടുകയാ. Some evil power centers are broken. ഞാൻ ഒന്നുകൂടെ കേറി പറയാം. I'm going deeper. യേശുവിനെ മുറുക്കി പിടിച്ചോണം. Hold on to Jesus. മുറുക്കി പിടിച്ചോണം കർത്താവിനെ. Hold him tight. കർത്താവിന്റെ രാജ്യത്തിൽ എത്തുവോളം, until we reach his kingdom, ദൈവാശ്രയം കുറയരുത്. hold on to depend on Jesus. ദാവീദ് പറയുക, David is saying, എന്റെ ഹൃദയം my heart യഹോവയിൽ ആശ്രയിച്ചുറച്ചിരിക്കുന്നു. will be steadfast depending on the Lord. ഏതൊക്കെ ശക്തികൾ വന്നാലും, no matter what powers come, നീ പതറരുത്. don't be shaken. അതിനൊന്നും നിന്നെ തകർക്കാൻ പറ്റുകയില്ല. cannot destroy you. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു. let God arise. ശത്രു ചിതറുന്നു. enemies be scattered. തീങ്കൽ മുഴി ഉരുകുന്ന പോലെ ഉരുകുന്നു. just like wax in the flames. പുക പതറുന്ന പോലെ പതറുന്നു. scattered like smoke. ഓടുന്നത് പോലെ ഓടുന്നു. they will flee. എന്താ ഇന്നത്തെ ദൂത്? what's the message today? നിനക്ക് വേണ്ടി ദൈവം ചിലതിനെ ശാസിക്കാൻ പോകും. God is going to rebuke some things today. എത്ര പേര് അതിന് ആമീൻ പറയും? how many of you say amen? ഇന്ന് നീ തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ, when you reach home today, നിന്റെ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ, when you go back to your work, നിന്റെ ബിസിനസ്സിന് ചെല്ലുമ്പോൾ, when you go back to your നിന്റെ business, കുഞ്ഞിന്റെ കുടുംബജീവിതത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, you're going to hear about your നീ ഒരു child. വാർത്ത കേൾക്കാൻ പോവുക. you're going to hear a news. ദൈവം ചിലതിനെ ശാസിച്ച വാർത്ത. God has to rebuke some things. ചിലരൊക്കെ നമ്മളോട് പറയാറുണ്ട്, some people say, വലിയ കടബാധ്യതയൊക്കെ ഉണ്ടായിട്ട് ആൾക്കാർ വരും. when they have big debts, they'll say, ഞാൻ അവരോടൊക്കെ പറയും, I'll tell them, മുടങ്ങാതെ കുറച്ച് ആരാധന കൂടെ. you come and attend worship continuously. ആരാധിച്ച കടം മാറുമോ? if we worship, debt will be cancelled. ആരാധിച്ച കടം മാറത്തില്ല. debt will not be cancelled. പക്ഷെ നിന്നെ കടക്കാരനാക്കിയ സ്പിരിറ്റ് നിന്റെ ലൈഫിൽ നിന്ന് പോകും. but the evil spirit that made you into debt will leave. എന്നിട്ട് ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കും ദൈവം. then he will train you to enter into prosperity. ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോഴാണ് നമ്മുടെ കണ്ണ് തുറക്കുന്നത്. when we come to the Lord, our eyes will be opened. ഞാനൊരു ആത്മീക വെളിപ്പാടൂടെ പറഞ്ഞു നിർത്താം. I have a spiritual message. ഇന്നത്തെ പ്രാർത്ഥന ഇച്ചിരി ശക്തിയുള്ള പ്രാർത്ഥനയായിരിക്കും. today's prayer is going to be very powerful. അസാധാരണ ദൈവപ്രവൃത്തി ഇതിനകത്ത് നടക്കാൻ പോവുക. unusual work of God is coming. നീ തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ, when you go back to your house, നിനക്ക് ഫീൽ ചെയ്യണം നിന്റെ ലൈഫിൽ നിന്ന് എന്തോ മാറിപ്പോയത്. you have to experience some things are leaving your body. മനസ്സിലായവരോട് സ്തോത്രം ചെയ്യുക. if you accept it, praise the Lord. മനസ്സിലായവരോട് സ്തോത്രം ചെയ്യുക. you understand it, praise the Lord. നിന്റെ ചിലരുടെ ഫൈനാൻഷ്യൽ മേഖല, some of your financial areas, ചിലരുടെ ഫിസിക്കൽ ഏരിയ, your physical areas, ചിലരുടെ ബുദ്ധിമണ്ഡലം, in your mind, ചിലരുടെ ദൈവ ഓർമ്മ മണ്ഡലം, in your memories, ചിലരുടെ ആരോഗ്യ മേഖല, in your health, ഇന്ന് അതിന്മേൽ ദൈവം ഒരു ജയം തരാൻ പോകും. God is going to give you victory. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുക, let me declare again, നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേഖലയിലും, no area of your നിങ്ങളുടെ life, കുഞ്ഞുങ്ങളിൽ ആരുടെ മേലും, not upon your children, ഈ സ്പിരിറ്റ് വരാൻ പാടില്ല. the spirit should remain. no. ഞാൻ ഒരിക്കലും ഒരു രാജ്യത്ത് പ്രസംഗിക്കാൻ പോയി. I went to another country to preach. അവിടുത്തെ സഭക്കാരിലും കൂടെ പറഞ്ഞ പാസ്റ്റർ ഒരു വീട്ടു വരെ പ്രാർത്ഥിക്കാൻ പോകണം. the members of the church said you need to go to a house to pray. വീട്ടു വരെ പ്രാർത്ഥിക്കാൻ പോകണം. you need to go to this house to pray. അവിടെ +2 പഠിക്കുന്ന ഒരു മോനുണ്ട്. there's a son who's studying for അവൻ കോളേജിൽ പോയിട്ട് തിരിച്ചു വീട്ടിൽ കയറുന്ന പറഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിസിറ്റി പവർ പോകും. the moment he walks into his house, the power supply will be cut off in his house.
ഒത്തിരി പാസ്റ്റർമാർ വന്ന് പ്രാർത്ഥിച്ചു. Many pastors came and prayed. ഏതോ ഒരു ഭൂതശക്തി ഉണ്ടല്ലേ, വീട്ടിൽ കയറി അവിടെ ഇലക്ട്രിസിറ്റി പോകും. Some evil power is there. That's why when he gets in, power goes. ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് ആൾക്കാർ വന്നെങ്കിലേ പിന്നെ ഇലക്ട്രിസിറ്റി ഗൾഫാണ്, കൊടും ചൂടാണ്. It's very hot and people have to come from the electricity board to fix it. അവരാ വീട് മാറി വേറെ വീട് എടുത്തു. They moved out of that house. സെയിം അവൻ അവിടെ കയറുമ്പോൾ ഇലക്ട്രിസിറ്റി. Same issue. The child comes, the current is gone. രണ്ടാമത്തെ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. The second house, I went to that house. എന്നെ വിളിച്ചോണ്ട് പോയി. I was taken there. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, The Lord told me while I അവന്റെ prayed, ദേഹത്ത് ഒരു കുഞ്ഞു വിശാചു പോലും ഇല്ല. there is no evil spirit in his body. പക്ഷെ ഇലക്ട്രിസിറ്റിയെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സാധനം അവന്റെ കയ്യിലുണ്ട്. There is something that breaks and he has it. ഞാൻ അവന്റെ വീട്ടിൽ ചെന്നു. I went to his house അവനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. and I expressed my love. മോനെ, Son, നീ എന്തുവാ ഇലക്ട്രിസിറ്റി ബ്രേക്ക് ചെയ്യുന്ന ഒരു സാധനം നിന്റെ ഉണ്ടല്ലോ. you have something that breaks the power supply. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആരോടും പറയല്ലേ, Don't tell anyone. ഞാൻ ഇതിന്റെ കെയർ ഓഫിൽ അപ്പന്റെ അമ്മയുടെ നിന്നൊക്കെ കാശ് വാങ്ങിച്ചോണ്ടിരിക്കുന്നു. This is how I am getting money from my parents. ഞാൻ പറഞ്ഞു, ആരോടും പറയത്തില്ല, സാധനം എൻ്റെ ഞാൻ കൊണ്ടുപോകും. Give it to me, I'll take it home. കച്ചറായിക്കകത്ത് നിന്ന് കളയും. I'll throw it in the waste basket. ഞാൻ ആ സാധനം വാങ്ങിച്ചുകൊണ്ട് കളഞ്ഞു. I took it and threw it. പിന്നെ അവൻ എവിടെ കയറിയിട്ട് ഇലക്ട്രിസിറ്റി കത്തുന്നുണ്ട്. Wherever he goes, current is there. എല്ലാം ഭൂതമല്ല. Not everything is a ghost. ചിലതൊക്കെ ഇച്ചിരി വിളച്ചിലുവാ. Some things are tricks. മനസ്സിലായോ? Are you grasping? പണ്ടൊരു ദിവസം ഒരു വീട്ടില് I went to a house. ഒരു ഭൂതത്തിനെ ഇറക്കാനായിട്ട് പോയി. We went to cast out demons. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പം I went there. നല്ല കട്ടയന്മാരായ 5 പേര് നിൽക്കുക ഇവനെ പിടിക്കാൻ. 5 men are standing there to catch him. ആരി എറി ഇവൻ. He is throwing them around. എന്നോട് ചെന്നപ്പോഴേ കർത്താവ് പറഞ്ഞു, Lord told me, സ്തോത്രം, ഒരു കുഴപ്പമില്ല, he is fine. ഇത് ഇവന്റെ വിളച്ചിലാന്ന് എന്നോട് പറഞ്ഞു. He is playing games. പക്ഷെ അന്നേരം അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. I can't say that then. ഞാനോട് ചെന്നപ്പോ പുള്ളിക്കാരന് And he ഒരു പേര് പറഞ്ഞു, ഞാൻ തിരുമേനിയാന്ന് പറഞ്ഞു. He said, I am the priest. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടെ തിരുമേനി അങ്ങനല്ല കൈ വെക്കുന്നെന്ന് പറഞ്ഞപ്പോൾ മാറ്റി വെച്ചു. And when I said this is not the manners of the bishop, then he changed അങ്ങനെ it. തന്നെ ആ കൈ വെക്കുന്നത്, പക്ഷെ അല്ലെന്ന് പറഞ്ഞ പുള്ളി മാറ്റി വെച്ചു. And then he started playing. ഞാൻ പറഞ്ഞു, ആരാധിക്കാൻ ആരും വേണ്ട, ഇവനെ മാത്രം മതി നമ്മളേറ്റ്. We will worship with him. അകത്ത് കയറി കാര്യം ചോദിച്ചോ പറയാ, പാസ്റ്ററെ, I asked him privately. 10th തോറ്റതിനെ കാണിച്ച അഭ്യാസമായല്ല. I failed in 10th, so that's why I am doing this drama. അപ്പനെ ഞാൻ വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ അപ്പൻ 2 അടി 2 ചെവിക്കുറ്റിക്കും കൊടുത്തു. And the father slapped him both sides. ഞാൻ ചോദിച്ചു, അച്ഛാ അങ്ങനെ അടിക്കാതെ, Don't beat him like എന്റെ ഭാഷ that. പൂതുവാന്ന് പറഞ്ഞ് അവൻ മിനിഞ്ഞാന്ന് എനിക്കിട്ട് 4 എണ്ണം തന്നു. He beat me the other day and I thought it was the ghost. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. Listen to me. അപ്പൊ എല്ലാം ഭൂതമല്ല. Not everything is a demon. അതറിയണേ നല്ല വെളിപ്പാടുള്ള ദൈവദാസന്മാര് വേണം. You need to have revelation from the word ഭൂതമാണോ അല്ലയോ എന്നൊക്കെ അറിയേണ്ടത്. to find out if it's a demon or not. ഒരു മോൻ ഒട്ടും പഠിക്കുന്നില്ല. One son was not അവനെ studying at all. പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നപ്പം When he was brought for prayer, കർത്താവ് പറഞ്ഞു, ഒരു ഭൂതവും ഇല്ല അവന്. God told me he has no demon. മടിയനാ. He is very lazy. മടിയൻ അവാർഡ് കൊടുത്താൽ ഇവന് കൊടുക്കുക. He will get the award for laziness. ഞാൻ അവനോട് പറഞ്ഞു, അവൻ പറയാ എല്ലാം അങ്ങ് മറന്നു പോവാന്ന് പറഞ്ഞു. He said, I am forgetting everything. അവൻ കളിക്കുന്ന ഗെയിം ഒരു 5 എണ്ണം എടുത്ത് ചോദിച്ചപ്പോ മൊത്തം ഗെയിം അവനെ കാണാതറിയാം. He could memorize all his games. അപ്പൊ അവന്റെ ബുദ്ധിക്ക് പ്രശ്നമില്ല. His brain had no problem. അപ്പനും അമ്മയും ഭൂതവാന്ന് പറഞ്ഞ് ഉപദേശിമാരെ വിളിച്ച് പ്രാർത്ഥനയാണ്. Parents are calling pastor after pastor for prayer. പ്രാർത്ഥിക്കുന്നതിന് 3 കെട്ട് 4 കെട്ട് 7 കെട്ട് 9 കെട്ട് എന്ന് പറയും. ഇവൻ ഒരു കെട്ടും ഇല്ല. And the prophets were saying he is in bondage, but he didn't have any. ഞാൻ നിർത്തട്ടെ. I am closing. ചിലതിന്റെ റൂട്ട് മനസ്സിലാക്കി